നമ്മൾ ചൂണ്ടക്കാരെ സംബന്ധിച്ചേ നമുക്ക് കാണാൻ പറയുന്ന ഒരു മീനടിച്ചു കഴിഞ്ഞാൽ ആ മീനിനെ നമ്മൾ റീൽ ചെയ്ത് മേളിൽ കൊണ്ടുവരുന്നത് വരെ നമ്മളൊരു 1000 ഗസ്സിങ് നടത്തും. അത് ആ മീനായിരിക്കും ഈ മീനായിരിക്കും എന്നൊക്കെ. ചില കേസുകളിലത് ഓക്കെയാണ്, കാരണം തെരണ്ടി പോലുള്ള മീനൊക്കെ അടിച്ച് നമുക്ക് മനസ്സിലാവും. ആ ഓടുന്ന പാറ്റേണും ഓടുമ്പോൾ നമുക്ക് തരുന്ന പ്രഷറൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ഗസ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു മീനടിച്ചപ്പോൾ ഞാൻ ഇതുപോലെ കുറേ ഗസ്സിങ് നടത്തി, സാൽമൺ ആയിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും എന്നൊക്കെ. മേളിൽ വന്നപ്പോഴാണ് ഞാൻ സർപ്രൈസ് ആയിപ്പോയത്. നമുക്ക് പിടിച്ചത് ഒരു ഹാമർ ഹെഡ് ഷാർക്കായിരുന്നു. കുട്ടിയാണ്. കുട്ടി എന്ന് പറയുമ്പോൾ 50 സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടാവും. അതിന് മേളിലേക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ അളന്ന് നോക്കിയില്ല, ജസ്റ്റ് ഒരു ഗസ്സിൽ പറയാണ്. എനിക്ക് ആദ്യമായിട്ട് കിട്ടണം അതിനെ. ഞാനങ്ങനെ ഒരുപാട് ചൂണ്ടക്കാരെ അതിനെ പിടിച്ച് കണ്ടിട്ടില്ല. പക്ഷെ സാധനം നല്ല അഗ്രസീവാണ്. അഗ്രസീവ് എന്ന് വെച്ചാൽ കരയിൽ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു സെക്കൻഡ് അതെനിക്കൊന്ന് ഒരു റെസ്റ്റ് എടുത്തിട്ടില്ല, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ 2 ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ട് കണ്ണിങ്ങനെ സൈഡിൽ വന്നിരിക്കണേ. 2 ഹെഡ്ലൈറ്റ് പോലെ ഇരിക്കും. നമ്മൾ വലിയ ലോറിയുടെയൊക്കെ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നുണ്ട്. വായ നിറച്ച് പല്ലാണ്. കാണാനൊക്കെ നല്ല ഗുമ്മുണ്ട്. അതിവിടെ ഓസ്ട്രേലിയയിലെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ആൾക്കാർ വന്ന് കാണുന്നതിന് മുമ്പ് നമ്മളെ സാധനത്തിന് റിലീസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് പോയോ. എനിക്ക് കാണാൻ പറ്റില്ല. അങ്ങോട്ട് പോവല്ലേ, അവിടെ തന്നെ നിന്നോ. ആ അതെ അതെ, ഷാർക്കാണ്. അവിടെ നിന്നോ. അടിപൊളി. ഇതാണ് എൻഡേഞ്ചേർഡ് ആണ്, റിലീസ് ചെയ്തു. ഹാമർ ഹെഡാണ്. പുറത്ത് വന്നാൽ അപ്പൊ തന്നെ കടിച്ചെടുക്കും കിട്ടി കഴിഞ്ഞാൽ.